بسم الله الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه ومن اهتدى بهدى أما بعد. സൂറത്തുൽ ഖസസ് 53 മുതൽ 55 വരെയുള്ള ആയത്തുകളാണ് ഇന്ന് പുതിയ പാഠമായി നാം പാരായണം ചെയ്യുന്നത്. ഈ ആയത്തുകൾ പാരായണം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട നിയമങ്ങൾ സൂചിപ്പിക്കാം. وَإِذَا يُتْلَى عَلَيْهِمْ അവിടെ യുത്ല എന്നതിലെ തായിന്റെ ശബ്ദമാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. യുത്ല എന്ന് പറഞ്ഞു പോയത് അങ്ങനെ ഖൽഖലയോടുകൂടി ശബ്ദം ഉച്ചരിക്കുന്നത് തെറ്റാണ്. മറിച്ച് അവിടെ മഹ്മൂസായ ഹംസ് എന്ന സിഫത്ത് നൽകപ്പെടുന്ന അക്ഷരമാണ് ത. അതുകൊണ്ട് ശ്വാസചലനം, അതാണ് ഹംസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. യുത്ല അങ്ങനെ ഓതുക. യുത്ല എന്നാണ് വായിക്കേണ്ടത്. അലൈഹിം ഖാലു, അലൈഹിം എന്നതിലെ സാക്കിനത മീം ഇൽഹാർ ഷഫവി നൽകി മണിക്കാതെ വെളിവാക്കേണ്ടതാണ്. ഖാലു എന്നതിൽ ഖാഫിനും അതിന്റെ ദീർഘാക്ഷരമായ അലിഫിനും തഫ്ഖീം കൊടുക്കണം. ഇസ്തിഅലാന്റെ ഹർഫായ ഖാഫിനെ ദീർഘിപ്പിക്കുന്ന അലിഫിലും ആ തഫ്ഖീം നിലനിർത്തേണ്ടതാണ്. ഖാലു ആമന്ന, ഖാലു എന്നതിലെ വാവിന്റെ ദീർഘം മദ് മുൻഫസിൽ ജായിസ് എന്നതാണ്. 4-5 ഹറക്കത്തിന്റെ അളവിൽ ആ വാവിനെ ദീർഘിപ്പിക്കൽ അനുവദനീയമാണ്. ആമന്ന ബിഹി ഇന്നഹുൽ ഹഖ്, ആമന്ന എന്നതിലെ നൂൻ മുശദ്ദദ ശ്രദ്ധ നൽകപ്പെട്ട നൂനിനെ മണിക്കണം. ആമന്ന എന്നതിലെ ഹംസയുടെ ദീർഘം മദ്ദുൽ ബദലാണ്. അതിൽ പ്രത്യേകിച്ച് ഹുക്മൊന്നും നമ്മുടെ റിവായത്തിലില്ല. 2 ഹറക്കത്തിന്റെ അളവിൽ അതിനെ ദീർഘിപ്പിക്കണമെന്ന് മാത്രം. ആമന്ന ബിഹി, ബിഹി എന്നതിലെ ദീർഘം മദ്ദുസ്സിലത്തിൽ കുബ്ര എന്നതാണ്. ഹാഉദ്ദമീറിന്റെ യാഇനെ 4-5 ഹറക്കത്തിന്റെ അളവിൽ ദീർഘിപ്പിക്കൽ അനുവദനീയമാണ്. മദ് മുൻഫസിലിന്റെ വിധി തന്നെയാണ് അവിടെ വരുന്നത്. ഇനി വല്ല കാരണവശാലും അവിടെ വഖഫ് ചെയ്യുകയാണെങ്കിൽ ഹായിൽ സുക്കൂൻ കൊടുത്ത് ബിഹ് എന്ന് നിർത്തണം. ആമന്ന ബിഹി ഇന്നഹുൽ ഹഖ് മിർ റബ്ബിനാ, ഇന്നഹു എന്ന് നൂൻ മുശദ്ദദയെ മണിച്ചുകൊണ്ടാണ് ഇവിടെയും പാരായണം ചെയ്യേണ്ടത്. അൽ ഹഖ് മിർ റബ്ബിനാ, ഖാഫ് ഈ അക്ഷരങ്ങളൊക്കെ ശ്രദ്ധിക്കണം. എല്ലാ ഹർഫുകളും ക്ലിയറായി അതിന്റെ മഖ്റജിൽ നിന്ന് ഉച്ചരിക്കണം. അൽ ഹഖ് എന്ന് പറയുമ്പോൾ ഖാഫ് ഇസ്തിഅലാന്റെ ഹർഫാണ്. തഫ്ഖീം ചെയ്ത് അതിനെ സ്വരഭാരത്തോടെ തടിപ്പിച്ച് പറയണം എന്നർത്ഥം. ഇന്നഹുൽ ഹഖ് മിർ റബ്ബിനാ, മിൻ എന്നതിലെ സാക്കിനത്തായ നൂൻ സുക്കൂൻ നൽകപ്പെട്ട നൂനിനെ റായിലേക്ക് പൂർണ്ണമായും ലയിപ്പിച്ച് മണിക്കാതെ ഉച്ചരിക്കുന്നു. ഇദ്ഗാം ബിഗൈരി ഗുന്ന, റാഇ മുശദ്ദദത്തായ ഒറ്റ റായിനെ മാത്രം ഉച്ചരിക്കുന്നു. റായിന് തഫ്ഖീം കൊടുക്കണം. മിർ റബ്ബിനാ, മിർ റബ്ബിനാ അതിലുള്ള ദീർഘം മദ് മുൻഫസിൽ ജായിസാണ്. അലിഫിനെ 4-5 ഹറക്കത്തിന്റെ അളവിൽ ദീർഘിപ്പിക്കൽ അനുവദനീയമാണ്. ദീർഘാക്ഷരമായ അലിഫ് ആ പദത്തിന്റെ അന്ത്യത്തിലും അടുത്ത പദത്തിന്റെ ആദ്യത്തിൽ ഹംസയുമാണ് ഉള്ളത് എന്നതുകൊണ്ടാണ് ഇങ്ങനെ ദീർഘം നൽകുന്നത്. മുൻഫസിൽ എന്നാൽ വേർപിരിഞ്ഞത് എന്നർത്ഥം. ദീർഘാക്ഷരവും ഹംസയും വേർപിരിഞ്ഞ് 2 പദങ്ങളിൽ വരിക എന്നതാണ് ഉദ്ദേശിക്കുന്നത്. മിർ റബ്ബിനാ ഇന്നാ കുന്നാ, 2 നൂൻ മുശദ്ദദ ആവർത്തിച്ചു വരുന്നു. മണിച്ചുകൊണ്ട് ഉച്ചരിക്കുക. ശബ്ദ നൽകപ്പെട്ട നൂൻ. മിൻ ഖബ്ലിഹി മുസ്ലിമീൻ,
മിൻ എന്നതിലെ സാക്കിനത്തായ നൂൻ. ഖാഫിന് മുമ്പിലാണ് ഇഖ്ഫാ ഹഖീഖി നൽകി മണിച്ചുകൊണ്ട് അവ്യക്തമാക്കി ഉച്ചരിക്കുക. മണിക്കളിൽ തഫ്ഖീം വേണം. ഖാഫ് ഇസ്തിഅലാന്റെ ഹർഫാണ്, അതിനും തഫ്ഖീമാണ് എന്നതുകൊണ്ട് ആ തഫ്ഖീം നൂനിന്റെ മണിക്കലിലും വേണം. മിൻ ഖബ്ലിഹി ബാഇന്റെ സുക്കൂൻ ഖൽഖല സുഗ്റ നൽകി ശബ്ദം ഹറക്കത്ത് പോലെ ചലിപ്പിക്കുക. ഖബ്ലിഹി എന്നതിലെ ഹാഉ ദമീറിന്റെ ദീർഘം മദ്ദുസ്സിലത്തി സുഗ്റ എന്നതാണ്. 2 ഹറക്കത്തിന്റെ അളവിൽ അതിന്റെ ആ ഹാഇനെ യാ നൽകി ദീർഘിപ്പിക്കുന്നു. മിൻ ഖബ്ലിഹി മുസ്ലിമീൻ ഉലൈക ഇതിലുള്ള ദീർഘം മദ് മുത്തസിൽ വാജിബ് എന്നതാണ്. ഇതിലുള്ള അലിഫിനെ നിർബന്ധമായും 4-5 ഹറക്കത്തിന്റെ അളവിൽ ദീർഘിപ്പിക്കേണ്ടതാണ്. ഉലൈക യുക്തൗന ഹംസ ക്ലിയറാക്കി പറയണം. യുതൗന എന്നായി പറഞ്ഞത് യുക്തൗന ശിദ്ദത്തിന്റെ അക്ഷരമാണ്. യുക്തൗന അജ്റഹും മർറതൈൻ അജ്റഹും ഇതിലുള്ള ജീമിന്റെ സുക്കൂൻ ഖൽഖല സുഗ്റ നൽകി ശബ്ദം ഹറക്കത്ത് പോലെ ചലിപ്പിക്കണം. അജ്റഹും അന്ത്യത്തിലുള്ള സാക്കിനത മീം ശേഷമുള്ള മീമിലേക്ക് പൂർണ്ണമായും ലയിപ്പിച്ച് മണിക്കുക. ഒറ്റ ശബ്ദത്തുള്ള മുഷദ്ദദത്തായ മീമാക്കി മണിക്കുക. ഈ ലയിപ്പിക്കലിന് ഇദ്ഗാം ശഫവി എന്ന് പറയാം. അതല്ലെങ്കിൽ ഇദ്ഗാം മിസ്ലൈൻ സഗീർ എന്നതിന്റെ ഗണത്തിൽ വരുന്നതുമാണ്. അജ്റഹും മർറതൈനി അജ്റഹും എന്നതിലെ റാ, അതുപോലെ മർറതൈനി ഇതിലെ റാ, ഇതൊക്കെ തഫ്ഖീം ചെയ്യേണ്ട അക്ഷരമാണ്. തടിപ്പിച്ച് ഉച്ചരിക്കുക റാകളെ. മർ എന്നിങ്ങനെ ശബ്ദത്തിന് ഒരു വിറയൽ വരരുത്, സൂക്ഷിക്കണം. തക്രീർ പാടില്ല. മർറതൈനി ഒറ്റ റാ മാത്രം ഉച്ചരിക്കുക. മർറതൈനി ബിമാ സ്വബറു സ്വാദ് ഇസ്തിഅലാന്റെ ഹർഫാണ്, തഫ്ഖീം ചെയ്ത് തടിപ്പിക്കണം. എന്നാൽ ആ തഫ്ഖീം ബായിലേക്ക് വരരുത്. ബായി ഇസ്തിഫാലിന്റെ തർക്കീഖ് ചെയ്യേണ്ട അക്ഷരമാണ്. ബ എന്ന ശബ്ദം ബോ എന്നായി പോയത്. സ്വബറു റാഹിനും തഫ്ഖീമാണ്. ബിമാ സ്വബറു വയദ്റഊന ദാലിന്റെ സുക്കൂൻ ഖൽഖല സുഗ്റ നൽകി ശബ്ദം ചലിപ്പിക്കുക. റാഹിന് തഫ്ഖീം കൊടുക്കുക, തടിപ്പിച്ച് ഉച്ചരിക്കുക റാഹിന്. ويدرؤون بالحسنة السيئة ومما ഇതിലുള്ള മീം മുഷദ്ദദയെ മണിക്കണം. ശ്രദ്ധ നൽകപ്പെട്ട മീമിന്. ومما رزقناهم റാഇന് തഫ്ഖീം കൊടുക്കുക, തടിപ്പിക്കുക. ഖാഫിനും തഫ്ഖീമുണ്ട്, അതോടൊപ്പം ഖാഫിന് സുക്കൂനുള്ളത് കൊണ്ട് ഖൽഖല സുഗ്റ നൽകി ഉച്ചരിക്കുക, ശബ്ദം ചലിപ്പിക്കുക. റസഖനാഹും യുൻഫിഖൂൻ റസഖനാഹും ഇതിലുള്ള സാക്കിനത മീം ഇൽഹാർ ശഫവി നൽകി മണിക്കാതെ വെളിവാക്കുകയും വേണം. യുൻഫിഖൂൻ സാക്കിനത നൂനും ശേഷം ഫാഉമാണ്. ഇഖ്ഫാ ഹഖീഖി മറച്ച് മണിച്ചുച്ചരിക്കുക, അവ്യക്തമാക്കുക. മണിക്കലിൽ തർക്കീഖാണ് വേണ്ടത്. ഇസ്തിഫാലിന്റെ ഹർഫാണ്. അപ്പോൾ യുൻഫിഖൂൻ എന്ന് പറയുക. വഇദാ സമിഉൽ ലഗ്വ അവിടെ പലപ്പോഴും ഐന് യാ പോലെ പലരും ഉച്ചരിക്കും. സമിഉ ഒരു യായിലേക്ക് അടുത്തു പോവുക, അങ്ങനെ സൂക്ഷിക്കണം. അതിങ്ങനെ വരരുത്. ഐനായി അതിന്റെ മഖ്റജിൽ നിന്ന് തന്നെ ഉച്ചരിക്കുക. وإذا سمعوا اللغو എന്നതിലുള്ള ആ ദീർഘാക്ഷരമായ വാവ് ഇൽത്തിഖാഉ സാക്കിനീന്റെ പരിഹാരത്തിന് വേണ്ടി കളയുകയാണ്. അവിടെ 2 സുക്കൂനുകൾ ചേർന്നിരിക്കുകയാണ്. സമിഉ എന്ന വാവിനും സുക്കൂനും, അൽ ലഗ്വ എന്ന് പറയുമ്പോൾ ലാമിനും സുക്കൂനും. അങ്ങനെ 2 സുക്കൂനുകൾ ചേർന്നത്തിൽ തുടരെയായി വരുമ്പോൾ
അതിനാണ് ഇൽത്തിഖാ ഉസ്സാക്കിനി എന്ന് പറയുക. അത് പരിഹരിക്കണം. ഇവിടെ പരിഹാരം വാവ് ഉച്ചാരണത്തിൽ നിന്നും ഒഴിവാക്കലാണ്. അപ്പോൾ സമിഉൽ ലഗ്വ, അല്ലഗ്വ ഗൈന് പൂർണ്ണമായ തഫ്ഖീം നൽകി ഉച്ചരിക്കേണ്ട അക്ഷരമാണ്. ഇസ്തിഅലാന്റെ ഹർഫ് അല്ലഗ്വ, അല്ലഗ്വ അഅറദു, അഅറദു ഐന് റാ ളാദ് എല്ലാ അക്ഷരങ്ങളും ക്ലിയറായി ഉച്ചരിക്കുക. അഅറദു റാഹിന് തഫ്ഖീം കൊടുക്കണം. റാഹിന് തടിപ്പിച്ചുള്ള ശബ്ദമാണ് കൊടുക്കേണ്ടത്. അഅറദു ദ്വാദും അപ്രകാരം തന്നെ തഫ്ഖീം ചെയ്യേണ്ട ഇസ്തിഅലാന്റെ ഹർഫാണ്. അഅറദു അൻഹു ദ്വാദ് നാവിന്റെ സൈഡിൽ നിന്നാണ് അതിന്റെ ഉച്ചാരണം വരേണ്ടത്. അഅറദു അൻഹു, അൻഹു എന്നതിൽ സാക്കിനത്തായ നൂൻ ശേഷം ഹാ ഇൽഹാർ ഹൽഖി മണിക്കാതെ വെളിവാക്കി ഉച്ചരിക്കുക നൂനിനെ. അഅറദു അൻഹു വഖാലു, വഖാലു ഖാലു നമ്മൾ നേരത്തെ പറഞ്ഞു കഴിഞ്ഞതാണ്. ഖാഫിനും അലിഫിനും തഫ്ഹീം കൊടുക്കണം. തടിപ്പിച്ച് സ്വരഭാരത്തോട് ഉച്ചരിക്കുക ഇസ്തിഅലാന്റെ ഹർഫാണ്. വഖാലു ലനാ, ലനാ ഇതിലുള്ള ദീർഘം മദ്ദ് മുൻഫസിൽ ജായിസ് എന്നതാണ്. അലിഫിനെ 4-5 ഹർക്കത്തിന്റെ അളവിൽ ദീർഘിപ്പിക്കൽ അനുവദനീയമാണ്. ശേഷം ഹംസ അടുത്ത പദത്തിന്റെ തുടക്കത്തിലാണ് വന്നത്. അതുകൊണ്ടാണ് മുൻഫസിൽ എന്ന ദീർഘം ഇവിടെ വരുന്നത്. ലനാ അഅ്മാലുനാ വലക്കും അഅ്മാലുക്കും, അഅ്മാലുനാ അതുപോലെ അഅ്മാലുക്കും തുടക്കത്തിൽ അഅറദു ഐനുകൾ. തവസ്സുത്തിന്റെ അക്ഷരമാണ് ഐൻ. കൂടുതൽ കടുപ്പം ഷിദ്ദത്ത് വരരുത്. കൂടുതൽ റഖാവ എന്ന പറ്റ അയവോടുകൂടിയുള്ള ശബ്ദവുമല്ല. അഅറദു അഅ്മാലുനാ അഅ്മാലുക്കും വലക്കും അഅ്മാലുക്കും സലാമുൻ അലൈക്കും. ആവർത്തിച്ച് സാക്കിനത്തായ മീമുകൾ വരുന്നു. എല്ലാം ഇൽഹാർ ഷഫവിയാണ്. വലക്കും എന്നതിലെ മീമും അഅ്മാലുക്കും എന്നതിലെ മീമും അലൈക്കും എന്നതിലെ സാക്കിനത്തായ മീമും ഇൽഹാർ ഷഫവി നൽകി മണിക്കാതെ വെളിവാക്കേണ്ടതാണ്. വലക്കും എന്ന മീമിന് ശേഷം ഹംസ, അഅ്മാലുക്കും ശേഷം സീന്, അലൈക്കും ശേഷം ലാമ്. എല്ലാം ഇൽഹാറിന്റെ അക്ഷരങ്ങളാണ്. ഇൽഹാർ ഷഫവി മണിക്കാതെ വെളിവാക്കുക. വലക്കും അഅ്മാലുക്കും സലാമുൻ അലൈക്കും. സലാമുൻ ഇതിൽ തൻവീനുണ്ട്, ശേഷം ഐനുമുണ്ട്. ഇൽഹാർ ഹൽഖിയാണ് ഇവിടുത്തെ ഹുക്മ്. മണിക്കാതെ വെളിവാക്കണം. മീമിന്റേത് ഇൽഹാർ ഷഫവിയാണെങ്കിൽ ഇവിടെ തൻവീനിന്റേത് ഇൽഹാർ ഹൽഖി. ശേഷം ഹൽഖിന്റെ അക്ഷരമായ ഐനാണുള്ളത്. അതുകൊണ്ട് ഈ ഇൽഹാർ ഹൽഖി മണിക്കാതെ വെളിവാക്കി തൻവീനിനെ ഉച്ചരിക്കുക. സലാമുൻ അലൈക്കും ലാ നബ്തഗിൽ ജാഹിലീൻ. ലാ നബ്തഗി ഇതിലുള്ള ബാഹിന്റെ സുക്കൂൻ ഖൽഖല സുഗ്റ നൽകി ശബ്ദം ഹറക്കത്ത് പോലെ ചലിപ്പിക്കുക. ലാ നബ്തഗി ഗൈന് തഫ്ഖീം ചെയ്യേണ്ട അക്ഷരമാണ്. കസ്റാണ് എന്നതുകൊണ്ട് കുറഞ്ഞ തഫ്ഖീം കൊടുക്കുക. ലാ നബ്തഗിൽ ജാഹിലീൻ. ബാറകല്ലാഹു ഫീക്കും. أعوذ بالله من الشيطان الرجيم. وإذا يتلى عليهم قالوا آمنا به إنه الحق من ربنا إنا كنا من قبله مسلمين. أولئك يؤتون أجرهم مرتين بما صبروا ويدرؤون بالحسنة السيئة ومما رزقناهم ينفقون.
وإذا سمعوا اللغو أعرضوا عنه وقالوا لنا أعمالنا ولكم أعمالكم سلام عليكم لا نبتغي الجاهلين.